2023 മാർച്ച് 3 അങ്ങനെ പെട്ടെന്നൊന്നും കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മറക്കില്ലാത്ത ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞത്. ദ മോസ്റ്റ് ഇൻഫേമസ് ഇൻസിഡന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ISL ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു വാക്കൗട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് നോക്കൌട്ട് കഴിഞ്ഞ സീസണിൽ വേഴ്സസ് ബംഗളൂരു FC ഇൻ ശ്രീകണ്ഠീരവ. ഒരുപാട് ചോദ്യങ്ങൾ അതിനുശേഷം ഉയർന്നു, അന്തരീക്ഷത്തിലും ആകാശത്തിലും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഇതാ ഒരു വർഷം പൂർത്തിയാവുകയാണ്. 2024 മാർച്ച് 2 വീണ്ടും അതേ ശ്രീകണ്ഠീരവ, വീണ്ടും അതേ ടീമുകൾ ബംഗളൂരു FCയും കേരള ബ്ലാസ്റ്റേഴ്സും. വാവ്, വാട്ട് എ ഫിക്സ്ചർ! ഇതാണ് മാച്ച്. ISLന്റെ 10ാം സീസൺ. ഈ സീസണിന്റെ തുടക്കത്തിൽ ആദ്യ മത്സരം, സീസൺ ഓപ്പണർ കൊച്ചിയിൽ നമ്മളൊരു അൺഫിനിഷ്ഡ് ചാപ്റ്ററിന്റെ ഫിനിഷിംഗ് ആണ് ഈ മത്സരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 ഈ സീസണിലെ ആദ്യ മത്സരം കൊച്ചിയിൽ ജയിച്ചു. പക്ഷേ കപ്പിൾ ഓഫ് എലമെന്റ്സ് വർ മിസ്സിംഗ്. ശ്രീകണ്ഠീരവ ഓഫ് കോഴ്സ് നോട്ട്, സുനിൽ ഛേത്രി നോട്ട് ദേ. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോ ശ്രീകണ്ഠീരവയിലെ മാർച്ച് 2 പോരാട്ടത്തിലല്ലേ യഥാർത്ഥത്തിൽ ശരിക്കുമുള്ള ഒരു കണക്ക് പറച്ചിൽ ഉണ്ടാവേണ്ടത്? ഉണ്ടാവണമല്ലോ, ഉണ്ടാവും. വളരെ കൃത്യമായ രസകരമായ ഒരു പോയിന്റ് ഇനി കൂട്ടിച്ചേർക്കാനുണ്ട്. ലൂണയെ കുറിച്ചും ഗുർപ്രീതിനെ കുറിച്ച്, ആ ഗുർപ്രീതിന്റെ മിസ്റ്റേക്കും ലൂണയുടെ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ആ ഗോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പോസ്റ്റിൽ ധാർമ്മികമായി ഗോൾ അടിക്കുന്നത് എങ്ങനെയെന്ന് കൂടി, ഗോളിയില്ലാതെ തുറന്നു കിടക്കുന്ന പോസ്റ്റിൽ ധാർമ്മികമായി എങ്ങനെയാണ് ഒരു പന്ത് കളിയിൽ ഗോൾ അടിക്കുന്നത് എന്ന് കൂടി ലൂണ കാട്ടിക്കൊടുക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൂണ ഫൈനലി ഷോഡ് ബംഗളൂരു ഹൗ ടു സ്കോർ ഇൻ ദ ഓപ്പൺ പോസ്റ്റ് വിത്ത് എത്തിക്സ്. അതാണ് എനിക്ക് എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും എനിക്ക് എൻ്റെ പേഴ്സണൽ ചിന്തയാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ സീസണിലെ പ്ലേ ഓഫ് മാച്ചും ബംഗളൂരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് മാച്ചും വോക്കൌട്ടും ആ ഗോളും വിവാദവും ഒക്കെ കണ്ട ആ പശ്ചാത്തലത്തിൽ എനിക്ക് ആ ഗോളിനെ അങ്ങനെയാണ് വിലയിരുത്താൻ തോന്നുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച FC ഗോവയ്ക്കെതിരെ ISL ചരിത്രത്തിലെ തന്നെ ഏറ്റവും മിന്നുന്ന ഒരു കംബാക്ക് വിൻ, 2-4 ഗോളുകളുടെ ആ വിജയം നേടിയതിന്റെ ആഘോഷം അവസാനിക്കും മുമ്പ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫിക്സ്ചർ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു FC മത്സരത്തിന് പോകുന്നത്. ഇപ്പൊ നമ്മള് ഗോവയ്ക്കെതിരെ നേടിയ വിജയം ഒക്കെ അതൊരു തമ്പിങ് ബ്രില്യൻ വിക്ടറി തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബംഗളൂരുവിനെതിരെ ശ്രീകണ്ഠീരവയിൽ ഒരു വിജയം, അതിന്റെ അപ്പുറം ഒന്നും വരില്ല. നമ്മൾ എന്ത് വിജയത്തിന്റെ ആഘോഷം അല്ലെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീകണ്ഠീരവയിൽ സുനിൽ ഛേത്രിയുടെ സാന്നിധ്യത്തിൽ ബംഗളൂരു കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയം. വൈ? ബിക്കോസ് ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ISL കണക്കുകൾ നോക്കിയാൽ ശ്രീകണ്ഠീരവയിൽ ഇതിനു മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FCയും ഏറ്റുമുട്ടിയത് 7 തവണയാണ്, 7 ടൈംസ്. അതില് 5 തവണയും ബംഗളൂരു ജയിച്ചു, 2 കളി ഡ്രോ ആയി. ദാറ്റ് മീൻസ് ശ്രീകണ്ഠീരവയിൽ ഇതേവരെ ISLൽ ഒരു മത്സരത്തിൽ ബംഗളൂരുവിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വി ആർ വിൻലെസ് ഇൻ ശ്രീകണ്ഠീരവ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീകണ്ഠീരവയിൽ ചെന്ന് എവേ മാച്ചിൽ ബംഗളൂരുവിനെ തോൽപ്പിക്കുന്നതിനാൽ കിട്ടുന്ന ഒരു മനസുഖം, അതിനേക്കാൾ വലുതും ഉണ്ടോ എൻ്റെ മക്കളെ? നമ്മൾ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിന് വേണ്ടി. മാർച്ച് 2 ആ വിജയം വരില്ലേ? വരണമല്ലോ. ശ്രീകണ്ഠീരവയിൽ ഏറ്റവും ക്രൂഷ്യലായ ഒരു എവേ മാച്ച് കളിക്കാൻ പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഒരാളിലാണ്, പ്രിയങ്കരനായ കോച്ച് ഇവാൻ വുക്കുമനോവിച്ച്. കാരണം നമ്മളിപ്പോൾ ടീമിനെ കുറിച്ച്, ആ മാച്ചിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന് എത്രമാത്രം ഒരു ഇമോഷണലായ കംബാക്ക് ടു അല്ലെങ്കിൽ ഗോയിങ് ബാക്ക് ടു ശ്രീകണ്ഠീരവ. ഓർക്കുക, അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക, ടീമിനെ തിരിച്ചു വിളിക്കാനുള്ള ആ ആംഗ്യമൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു അടഞ്ഞ അധ്യായം എന്നാണ് ഇവാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നല്ല 6 ലക്ഷം രൂപ ഫൈനും 10 മാച്ചിന്റെ ബാനുമായിരുന്നു ഈ മത്സരത്തിന് ശേഷം. എല്ലാം ഫൈൻ അടച്ചു, പിന്നെ ബാൻ പൂർത്തിയാക്കി, അതൊക്കെ സെറ്റിലാക്കി. നൗ ഇറ്റ്സ് എ ടൈം ടു റീപേ. അതാണ്, ഇനിയാണ് കോച്ചിന്റെ കൂടെ ഒരു റീപേ ടൈമാണ് അറ്റ് ശ്രീകണ്ഠീരവ. സോ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ മാച്ച് ഗോവയ്ക്കെതിരെ നമുക്ക് പോലും അവിശ്വസനീയമായ ഒരു റിസൾട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ
എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. 4-4-2 ഒരു പുതിയ 11 പരീക്ഷിച്ചത്. ആ 11 തന്നെ വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാതെ അതേപോലെ കളിപ്പിച്ചാൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ത്രില്ലും അതേപോലെ കീപ്പ് ചെയ്യാൻ സാധിക്കും. എനിക്ക് അന്ന് നമുക്ക് ഡിഫൻസിൽ കളിച്ചത് മിലോസും ഹോർമിയും സന്ദീപും നവോച്ചയുമാണ്. മിഡ്ഫീൽഡിൽ നോക്കിയാൽ രാഹുൽ, ജീക്സൺ, വിപിൻ, സക്കായ്. മുന്നേറ്റത്തിൽ ദിമിത്രിയോസും ഫെദോറുമാണ് കളിച്ചത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ അറ്റാക്കിങ്ങിൽ സക്കായിനെ കൂടെ ഉൾപ്പെടുത്തിയാൽ 3 ഫോറിനേഴ്സിന്റെ ഒരു സേവനം കിട്ടി. അവർ 3 പേര് സ്കോർ ചെയ്തു. സക്കായിയും ദിമിയും ഫെദോറുമാണ് ഗോവയ്ക്കെതിരെ സ്കോർ ചെയ്തത്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റേണ്ട സാഹചര്യമില്ല. അത് അങ്ങനെ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. ഓഫ് കോഴ്സ് കഴിഞ്ഞ കളിയിലെ പോലെ സെക്കൻഡ് ഹാഫിൽ നല്ല പടക്കം പോലെയുള്ള 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം ഐമനും അസറും ഒക്കെ ഉണ്ട്, അവരങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കി വിട്ടാൽ സംഗതി ചെതറും പൊളിക്കും തിമിർക്കും. ഇതാണ് എൻ്റെ അഭിപ്രായം. കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുവിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും ഈ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈവൻ ദോ ലെസ്കോവിച്ച് പരിക്കിൽ നിന്ന് മുക്തനാണ്, കളിക്കാൻ സജ്ജനാണെങ്കിൽ പോലും വിന്നിംഗ് കോമ്പിനേഷൻ തുടരുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബംഗളൂരു എഫ്.സിയെ ബംഗളൂരുവിൽ ശ്രീകണ്ഠീരവയിൽ ചെന്ന് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ISL അവർ ഹോം ഗ്രൗണ്ടിൽ അവരൊരു പ്രത്യേക വൈബാണ് അവർക്ക്. അത് നമുക്ക് ഈ തവണത്തെ അവരുടെ ഈ പറയുന്ന അവരുടെ പോയിന്റ് ടേബിളിൽ അവരുടെ സ്ഥാനം നോക്കിയാൽ കാണാം. അവർ 9ാം സ്ഥാനത്താണെങ്കിൽ പോലും 17 കളിയിൽ ആകപ്പാടെ 4 കളി ജയിച്ച 4 കളിയും ഹോം മാച്ചാണ്. അവർ ഒറ്റ എവേ മാച്ച് ജയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോം ഗ്രൗണ്ടിൽ ബംഗളൂരു ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി അവരുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോറിനേഴ്സ്, ഇപ്പോൾ ഹാവി, റയൻ വില്യംസ്, ഓഫ് കോഴ്സ് സുനിൽ ഛേത്രി, അറ്റാക്കിംഗ് സ്ട്രോങ് ആണ്. ഇപ്പോൾ ഒലിവർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡെൻമാർക്ക് പ്ലെയർ ഉണ്ട് അവർക്ക്. പിന്നെ എന്താ പറയുക, ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കണ്ടിൻജന്റ് റീസണബിളി വെല്ലാണ്. ചില ശിവശക്തി, ഹർഷ് പത്രേ, റോഷൻ സിംഗ്, സുരേഷ് വാങ്ജം, നല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. ഓഫ് കോഴ്സ് ഹൈദരാബാദിൽ നിന്ന് അവർ ജാനുവരിയിൽ കൊണ്ടുവന്ന നിഖിൽ പൂജാരി, സന ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സും അവർക്കാണ് ഡിഫൻസിൽ നല്ലൊരു ഇന്ത്യൻ ഇന്റർനാഷണൽ ഡിഫൻസ് ലൈനാണ്. സോ ബംഗളൂരുവിനെ ശ്രീകണ്ഠീരവയിൽ ചെന്ന് തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഹെഡ് ടു ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ 14 മത്സരങ്ങളിൽ ISL-ൽ 8 വിജയം ബംഗളൂരുവിനാണ്. ബ്ലാസ്റ്റേഴ്സിന് 4 ഉള്ളൂ, 2 കളി ഡ്രോ ആയി. ഇതൊക്കെയാണ് ആ കണക്കിലെ കളിയെ കടലാസ്ക്ക് നമ്മളങ്ങോട്ട് കീറി കളയും. എന്ത് പറയും, ഞങ്ങൾ പുതിയ ബ്ലാസ്റ്റേഴ്സിനെ അടിക്കാമെങ്കിൽ അടിച്ചു എന്ന് പറയും. സോ എക്സാക്ട്ലി 1 വർഷം മുന്നേ ശ്രീകണ്ഠീരവയിൽ നിന്നും വാക്കൗട്ട് ഫ്രം ശ്രീകണ്ഠീരവ ആയിരുന്നുവെങ്കിൽ ഓൾമോസ്റ്റ് എക്സാക്ട്ലി 1 വർഷം കഴിയുമ്പോൾ ദിസ് ടൈം വാക്ക് ഇൻ ടു ശ്രീകണ്ഠീരവയാണ്. ഈ കളിയുടെ 90 മിനിറ്റുകളിൽ ഇവാൻ വുക്കമനോവിച്ചും കുട്ടികളും കാണിക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാൻ പോവുകയാണ്. ബിക്കോസ് ബംഗളൂരുവുമായി ശ്രീകണ്ഠീരവയിൽ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോവത് നജം.